T20 ലോകകപ്പ് വിജയത്തിന്റെ ആവേശത്തിലാണ് ഒന്നടങ്കം ആരാധകർ. എന്നാൽ വിജയത്തിൽ ഏറ്റവും നിർണായകമായത് ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ഓവർ തന്നെയാണ്. കാരണം മത്സരം വിജയിക്കാൻ അവസാന ഓവർ വേണ്ടിയിരുന്നത് 16 റൺസായിരുന്നു. ഡേവിഡ് മില്ലറും കേശവ് മഹാരാജുമായിരുന്നു ക്രീസിൽ. മത്സരം എങ്ങോട്ട് വേണമെങ്കിലും മാറാമെന്ന സിറ്റുവേഷനിലാണ് ഹാർദിക് പാണ്ഡ്യയുടെ അത്യുജ്വല ബോളിംഗ് പ്രകടനത്തിലൂടെ ഇന്ത്യ വിജയം സ്വന്തമാക്കുന്നത്. ആ ഓവറിൽ ഇന്ത്യ വഴങ്ങിയതാകട്ടെ വെറും 8 റൺസ് മാത്രമാണ്. മത്സരശേഷം ഹാർദിക് പാണ്ഡ്യയുടെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ആരാധകരെ ഒരു കണക്കിൽ പറഞ്ഞാൽ അത് കണ്ണീരിൽ മാറ്റുന്നുണ്ട്. ഈ ഒരു കാര്യം ഒരുപാട് അർത്ഥമാക്കുന്നു. വളരെ വികാരയുതമാണ്. ഞങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്തു, എന്നാൽ ഇന്ന് രാജ്യം മുഴുവൻ ആഗ്രഹിച്ചത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എനിക്ക് കൂടുതൽ പ്രത്യേകതയുമുണ്ട്. എൻ്റെ കഴിഞ്ഞ 6 മാസം എങ്ങനെയായിരുന്നു? ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല. ഞാൻ കഠിനാധ്വാനം ചെയ്താൽ എനിക്ക് തിളങ്ങാൻ കഴിയുമെന്നും എനിക്കറിയാമായിരുന്നു. ഇത്തരമൊരു അവസരം ലഭിക്കുന്നതിനെക്കുറിച്ചും സവിശേഷമാകുന്നു. ഞാൻ ഇപ്പോഴും അത് വിശ്വസിച്ചിരുന്നു. അങ്ങനെ പദ്ധതികൾ നടപ്പിലാക്കുകയും ശാന്തത പാലിക്കുകയും സമ്മർദ്ദം അവരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. അവസാന 5 ഓവറിലെ ക്രെഡിറ്റും ബുംറയ്ക്ക് തന്നെയാണ്, മറ്റ് ബോളർമാർക്കും. ഞാൻ ശാന്തനല്ലെങ്കിൽ അത് ഒരിക്കലും സാധ്യമാകില്ലായിരുന്നു. ഞാൻ എറിയുന്ന ഓരോ പന്തിലും 100% അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും സമ്മർദ്ദം ആസ്വദിച്ചു. രാഹുൽ ദ്രാവിഡിനും വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു അത്ഭുതകരമായ മനുഷ്യനാണ്. എല്ലാ സപ്പോർട്ട് സ്റ്റാഫിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ രോഹിത്തിന് ഒരു ചുംബനം നൽകാനും ഹാർദിക് മറന്നില്ല. കഴിഞ്ഞ 6 മാസം ഹാർദിക് പാണ്ഡ്യ ഒരു തരത്തിൽ പറഞ്ഞാൽ മറക്കാൻ ആഗ്രഹിക്കുന്നതായിരുന്നു. IPL മോശം പ്രകടനവും കൂകി വിളികളുമൊക്കെ ആരാധകർ ഒരിക്കലും മറക്കില്ല. ഒരു ഇന്ത്യൻ താരവും ഇതിനു മുമ്പ് നേരിടാൻ സാധിക്കാത്ത പോയ തലത്തിലൂടെയാണ് ഹാർദിക് കഴിഞ്ഞ മാസങ്ങളിലൂടെയെല്ലാം കടന്നുപോയത്. അതെല്ലാം ഹാർദിക്കിനെ ശരിക്കും ഒരു മികച്ച മാറ്റിയെന്നതിൽ സംശയമില്ല. ഇന്നത്തെ മത്സരത്തിന്റെ ഫലവും അത് തന്നെയാണ് കാണിക്കുന്നത്. ഹാർദിക്കാണ് ഈ ടീമിന്റെ മൊത്തത്തിലുള്ള ക്ലച്ച് പ്ലെയർ. എല്ലാ മത്സരങ്ങളിലും ഹാർദിക്കിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ഫൈനലിൽ അത് പ്രകടമായി എന്ന് മാത്രം.